അതെ വിലക്കുറവുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചെടുക്കണ്ടെങ്കിൽ ഇതാക്കണം. ഈ കാണുന്ന മുതലുണ്ടെങ്കിൽ ഒരു 2 ഏക്കർ 37 സെന്റ് സ്ഥലം കീഴിലെ റബ്ബർ തോട്ടം അതും ഉണ്ടാക്കണം. ഇതേമാതിരിക്ക് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലം കീഴിലെ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം വരുന്ന എവിടെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിടങ്ങൾ പോരി. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം മാറ്റാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഈ റോഡ് വരുന്ന നമ്മൾ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ടൗണിൽ നിന്ന് കിട്ടുള്ളൂ. ഇനി അടുത്ത ഇഷ്ടംപോലെ വീടുകളുണ്ട്, ആൾതാമസമൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി ഇങ്ങനെ നോക്കിക്കോളി, സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഇതാക്കണേ, ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ്. ഇവിടുന്ന് അങ്ങോട്ട് മേലേക്കാണ് സ്ഥലം കിടക്കുന്നത്. ഫുള്ള് റബ്ബറാണ്. ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കോളി, വലിയ വണ്ടി അടക്കം വരാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ് ഇങ്ങനെ കിടക്കാണ്. ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, സ്റ്റാർട്ടിങ്ങിലും ഉണ്ട്, അതുപോലെ എന്തിലും അവിടെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന ഈസ്റ്റളരി പഞ്ചായത്താണ്, അതുപോലെ വില്ലേജ് വരുന്ന ചിറ്റാരിക്കലാണ്, പിന്നെ നമുക്ക് താലൂക്ക് വരുന്നത് വെള്ളരിക്കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ് ഇങ്ങനെ കിടക്കാണ് നമ്മളെ പ്ലോട്ട്. ഇങ്ങനെ നോക്കിയാണ് നിങ്ങള് നമ്മളീ ഒരു പ്ലോട്ടിന്റെ 2 സൈഡിലും, അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും അപ്പുറത്തായ എൻഡ് ഭാഗത്തും മൊത്തത്തിൽ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതിനോട് ചേർന്ന് ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതുപോലെ തൊട്ടടുത്തൊക്കെ ഈ കാണുന്നൊക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ, ഇവിടെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണം. നമുക്ക് ഈ ഒരു ഭാഗത്ത് പുതിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ പോസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നേരിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാക്കണേ, ഫ്രണ്ടേജ് അതിന്റെ എൻഡ് ഏകദേശം ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടം വരെയാണ് ഫ്രണ്ടേജ് അതിര് എൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. നമ്മളെ വണ്ടി കിടക്കണ കുറെ അങ്ങാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്, കണ്ടില്ലേ. അപ്പൊ നമുക്ക് പ്ലോട്ട് അങ്ങോട്ട് മുകളിലോട്ടാണുള്ളത്. പ്ലോട്ടിലോട്ട് പോയിട്ട് പ്ലോട്ടിന് അതിനകത്തുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതൊക്കെ മറ്റുള്ള ആൾക്കാരെ സ്ഥലങ്ങളാണ്, കവുങ്ങും റബ്ബറൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഇനി വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ എന്നാലേ നമുക്ക് ഇതിനകത്ത് റബ്ബർ മരങ്ങൾ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കണ്ട. നമുക്ക് ആയിക്കോട്ടെ, ഡീറ്റെയിൽ ആയി കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി നമ്മൾ പ്ലോട്ടിനകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഏകദേശം വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം മൊത്തം 400ഓളം റബ്ബറുകളുണ്ട്. ഇതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ റബ്ബറുകൾ. ഇത് തൈമരാണ് കേട്ടോ. മൊത്തം 400ഓളം റബ്ബറുകളാണ് അതിനകത്ത്. അതേമാരിക്കുള്ള കിടിലൻ തൈമരങ്ങൾ, ടാപ്പിംഗ് ആക്കാൻ പാകമായിട്ടുള്ള നല്ല റബ്ബർ. അത് 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകൾ കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ കണ്ടില്ല, നിങ്ങളൊക്കെ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ തൈമരങ്ങളാണ് കേട്ടോ. ഇതിപ്പോ 100ഓളം എന്നുള്ള, ബാക്കി ബാലൻസ് ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഉണ്ട്. ഒരു 350ഓളം റബ്ബർ മേലെ ബാക്കിയുണ്ട്. അത് കാണിച്ചു തരാം. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ, ഫുള്ള് നല്ല നീറ്റായിട്ട് കിടക്കാണ്. ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ. ഒക്കെ നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിക്ക് നോക്കി കൊണ്ടിരിക്കുന്ന ഒരു പറമ്പ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ ബാക്കി ബാലൻസ് വലിയ മരങ്ങൾ നമുക്ക് അവിടെയാണുള്ളത് ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിച്ചാൽ നമ്മളെ കേരളത്തിനൊക്കെ ഒരുപാട് ചങ്കുകള് കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ പോയി പാട്ടത്തിന് എടുക്കുന്നുണ്ട് തോട്ടം. ആ പാട്ടം കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിൽ തന്നെ സ്വന്തമാക്കാം. ഇതേമാരത്തെ കിടിലൻ തോട്ടങ്ങൾ കേട്ടോ. ചെറിയ റേറ്റ് ആണ് ഇതിന്റെ ഓണർ ചോദിക്കണല്ലേ. ബാക്കിയും കൂടി നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമ്മളെ ചാനല്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അവരൊക്കെ പേജ് മറക്കാതെ ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് കണ്ട മിഷൻ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. മിഷൻ പേരെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വാ, നമുക്ക് ആദ്യം ഈ ഒരു വലിയ മരം, ഈ റബ്ബറുകൾ കാണിക്കാം. നമുക്ക് അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണിക്കട്ടോ. നമ്മളെ പറമ്പ് ചെറിയ ചെരിവുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ രീതിയിൽ ചെരിവുള്ള സ്ഥലം എന്ന് വെച്ച് കുത്തനെ ഇതൊന്നും അല്ല, എല്ലായിടത്തോട്ടും നടന്ന് എത്തിപ്പെടാൻ പാകത്തിനുള്ള അത്ര ചെരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങോട്ട് വാ ചേട്ടായിയെ. ഞാനിപ്പോ ഈ തൈമരങ്ങൾ ഫുള്ള് കാണിച്ചു കൊടുത്തില്ല. നമ്മള് തൈമരങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി ഇതാക്കണേ വലിയ മരങ്ങൾ കണ്ടില്ല നിങ്ങള്, ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ്. നല്ല വണ്ണുള്ള മരങ്ങൾ, നല്ല കിടിലൻ ഒക്കെ 105 ഇനത്തിൽ പെട്ട റബ്ബറുകളാണ്. ഇതേപോലത്തെ 300ഓളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേറെ ഉള്ളത് കേട്ടോ. കണ്ടില്ല, എല്ലാം നല്ല കിടുക്കാച്ചി മരങ്ങളാണ്. പിന്നെ അതാണ് ഇതേപോലത്തെ തെങ്ങുകൾ ഏകദേശം ഒരു 4-5ഓളം തെങ്ങുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ കായൊക്കെ പിടിക്കുന്ന തെങ്ങുകൾ കണ്ടില്ലേ.
അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അല്ലെ. റബ്ബർ ഇതൊക്കെ നല്ല 105 ഇനത്തിൽപ്പെട്ട നല്ല നല്ല മരങ്ങൾ. ഒന്നും വെട്ടി നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടാ അറിയാം. സാധാരണ നമ്മള് മരങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഫുള്ള് മുഴച്ചാകെ വൃത്തികേടായിട്ടുണ്ടാവും. ഇതെല്ലാം രീതിക്കാണ് ടാപ്പിംഗ് ആക്കിയത് നോക്കുന്നത് കൊണ്ടല്ലേ. അധികം ടാപ്പിംഗ് ഒന്നും ആക്കിയിട്ടില്ല. കുറെ നാളായി ടാപ്പിംഗ് ആക്കിയിട്ട് തന്നെ കേട്ടോ. ആകെ കുറച്ചു ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പാല് കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കൊണ്ടുനടക്കുന്ന തോട്ടാണ്. പിന്നെ ഇതിന്റെ ഓണർ നാട്ടിലില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ എന്താ പറയാ കുറച്ചു കാലങ്ങളായിട്ട് വെട്ടാതെ കിടക്കാണ് അല്ലെ. കിട്ടുമോ ഈ ജാതി മുതൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും? നിങ്ങൾ നോക്കിക്കോളി. നമ്മളെ പറമ്പിനകത്ത് നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് മെഷീൻ എല്ലാം ഉണ്ട്. അതിന് ഒന്ന് ഷെഡൊക്കെ ആക്കി ഒന്ന് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഈ മരമൊക്കെ നോക്കാം, ഒക്കെ നല്ല വണ്ണുള്ള മരങ്ങളാണ്. ഇതാക്കണം. ഇവിടെയാണ് നമുക്ക് മെഷീൻ എല്ലാം വരുന്നത്. ചേട്ടായിയേ ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, മെഷീൻ ഉണ്ട്, രണ്ടുണ്ട്, പ്ലെയിനും ഉണ്ട്, അച്ചും ഉണ്ട്. ഇനി ഒന്ന് ഷെഡൊക്കെ ഒന്ന് ആക്കി ഒന്ന് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാനൊന്നും പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാ സംഭവവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വെള്ളത്തിന്റെ സൗകര്യത്തിന് മേലെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. തുരങ്കത്തുനിന്ന് വെള്ളം വരുന്നതാണ്. അപ്പൊ വെള്ളത്തിന് മേലെ പൈപ്പ് കണക്ഷൻ വരും. ഓസിൽ കൂടെ അങ്ങനെ പൈപ്പ് കണക്ഷൻ ആക്കി ഇട്ടേക്കാണ്. നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. പറമ്പിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എല്ലായിടത്തോട്ടും നടന്നെത്താൻ പാകത്തിനുള്ള അത്രയും സൗകര്യം ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് ഉണ്ട് അല്ലെ. റോഡും കാര്യങ്ങളും പിന്നെ കറണ്ടിന്റെ കണക്ഷൻ ചെറിയൊരു വീടൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം അല്ലെ. ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചിറ്റാരിക്കൽ ടൗണിലോട്ട് പിന്നെ അങ്ങനെ എന്താ പറയാ കാട്ടുമുക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ടൗണിലോട്ട് 1.5 കിലോമീറ്റർ ഉള്ളു. നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിക്ക് ഒരു 70 കിലോമീറ്റർ, അതുപോലെ കണ്ണൂർ ടൗണിക്ക് ആണെങ്കിൽ ഒരു 66 കിലോമീറ്റർ, പയ്യന്നൂർക്ക് 40 കിലോമീറ്റർ അല്ലെ. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചിറ്റാരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ചെറുപുഴയ്ക്ക് ഒരു 8 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പിന്നെ നമുക്ക് കാസർഗോഡ് ടൗണിൽ പോകാൻ ഏകദേശം ഒരു 62 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള. പിന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരാണ്. പയ്യന്നൂരിനോട്ട് ഏകദേശം ഒരു 41 കിലോമീറ്റർ ആണ്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 കിലോമീറ്റർ ഉള്ള ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും അറിയണമല്ലോ ചെറുപുഴ ടൗണൊക്കെ. ചിറ്റാരിക്കലൊക്കെ ചെറിയ ക്ലിനിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, ചിറ്റാരിക്കലുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചിറ്റാരിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുപുഴ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ല. ചെറുപുഴ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയുടെ ബോർഡറാണ്. പിന്നെ നമ്മളെ ഈ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള കിടിലം പ്ലോട്ട് തന്നെയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെ. പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണർ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ കൊണ്ടേ കാണിക്കുകയൊക്കെ ചെയ്യൂലേ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.